അല്ല, താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ മനസ്സിൽ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്? പേര് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവരുടെ അവിഹിത പ്രണയം. പക്ഷെ പോസ്റ്റർ കാണുമ്പോൾ അതല്ല. ഇത് പോസ്റ്റ് കാണുമ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അവരുടെ ഒരു പ്രണയമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? എന്താണ് 40 കഴിഞ്ഞ മനുഷ്യരിലും ഇപ്പൊ പ്രണയം എല്ലാ മനുഷ്യരിലും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്, എല്ലാ കാലത്തും പ്രണയമുണ്ട്. കല്യാണം കഴിച്ചു ഒരു 26-25 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു ടെൻഷനും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവ് എന്ന ഒരു അത്രത്തോളം ഒരു പ്രണയമൊന്നും ഉണ്ടാകാൻ കാര്യം ഈ ടെൻഷൻ കുട്ടികളുടെ ഒക്കെ ആ വളർത്തുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇതിനകത്ത് തുടക്കത്തിൽ തിരുത്തിപ്പോണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ 40കളിലെ പ്രണയം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രണയം അല്ല. ഈ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് പറയുന്നത്. കാര്യം അത് മാനസികാവസ്ഥയുടെ മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് അഭിനയിക്കുന്ന, അതായത് ഇത് ഇത്രത്തോളം ആകുമെന്നൊന്നും വിചാരിച്ചില്ല. ആദ്യം ഒരു ഷോർട്ട് മൂവി ആയിട്ടാണ് ഇത് പോയത്. പിന്നെ ഇത് ഇത്രയും വളർന്ന ഒരു സിനിമയിലേക്ക് എത്തി. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേടിയാണോ? വരണതിന് മുമ്പ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ പറയരുതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്രീഡവും. 40കളിലെ പ്രണയം ഈ ഒരു സിനിമ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ സംവിധായകനും നായകനും നായികയൊക്കെ ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. സംവിധായകൻ തന്നെ പറഞ്ഞോളൂ, 40കളിലെ പ്രണയം എന്ത് പ്രണയമാണത്? നമുക്ക് പേര് കേൾക്കുമ്പോ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ മനസ്സിൽ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്? പേര് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവരുടെ അവിഹിത പ്രണയം. പക്ഷെ പോസ്റ്റർ കാണുമ്പോൾ അതല്ല. ഇത് പോസ്റ്റ് കാണുമ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അവരുടെ ഒരു പ്രണയമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? എന്താണ് 40 കഴിഞ്ഞ മനുഷ്യരിലും ഇപ്പൊ പ്രണയം എല്ലാ മനുഷ്യരിലും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്, എല്ലാ കാലത്തും പ്രണയമുണ്ട്. പക്ഷെ ചില മനുഷ്യരിലൂടെ ഈ പ്രണയം കടന്നു പോകുമ്പോൾ ആ മനുഷ്യരിൽ ഈ പ്രണയം കൊടുക്കുന്ന സന്തോഷം, അല്ലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അങ്ങനെ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 40കളിലെ പ്രണയം എന്ന് പറയുന്ന ഒരു സിനിമ. ഇത് 40 കഴിഞ്ഞ മനുഷ്യരിലൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അത് 40 കഴിഞ്ഞ് പ്രണയത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഗഹനമായി ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ പരിചയപ്പെടുമ്പോൾ അവർക്കിടയിലൂടെ കടന്നു പോകുന്ന ചില വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. അതാണ് 40കളിലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിലൂടെ പറയുന്നത്. പ്രണയം ഇതിനകത്ത് ഒരു കൃത്യമായി നല്ലൊരു ഫ്ലേവറായിട്ട് തന്നെയാണ് നമ്മൾ പ്രണയം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രണയത്തിനെയൊക്കെ വളരെ കാവ്യാത്മകമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർക്ക് കാണാൻ പറ്റിയ, ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് 40കളിലെ പ്രണയം. അപ്പൊ ഇത് പ്രണയം തന്നെയാണ് സിനിമ മുഴുവനായിട്ട് പറയുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും സസ്പെൻസ് ആണ് അത് സിനിമ. അത് സ്ക്രീനിൽ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് പോസ്റ്ററിലും അധികം ഒന്നും പറഞ്ഞിട്ടില്ല. നായകനും നായികയുടെയും ഒരു പടം മാത്രമേ ഉള്ളൂ 40കളിലെ പ്രണയം എന്ന് പറഞ്ഞ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിൽ പറയുന്നില്ല. അതാണ് ചോദിച്ചത്, വേറെ എന്തെങ്കിലും ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പൊ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ പറ്റില്ല. നായകനും നായികയാണ്. അപ്പൊ ഇത് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എങ്ങനെ 40കാരനായി ഈ 40കളിലെ പ്രണയത്തിലെ നായകനായത് എങ്ങനെയാണ്? സിനിമ ഇതാദ്യത്തേതാണ്. പക്ഷെ ഷോർട്ട് ഫിലിംസ്, നാടകങ്ങള്, ഒരു സ്കൂൾ തലം മുതല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, അവിടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ അവിടെയായിരിക്കും ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ ആ പ്രവാസ മേഖലയിൽ ഈ പറയുന്ന പോലെ നാടകങ്ങള്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ നാട്ടിലെ ഒരു ഗൃഹാതുരത്വം കൊണ്ടുവരത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. UAE ലെവലിലൊക്കെ നാടകത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത നാടകങ്ങൾക്കൊക്കെ. പിന്നെ ഷോർട്ട് ഫിലിംസ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുമൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്കൂൾ തലം മുതലേ നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ അഭിനയത്തോട്. അപ്പം അങ്ങനെ തുടങ്ങിയാണ് വന്നത്. അങ്ങനെ വന്നാണ് ഈ സിനിമയിൽ എത്തപ്പെട്ടത്. 40കളിലെത്തി പ്രണയിക്കാൻ കാര്യം എന്താണെന്നുള്ളത് ചോദിച്ചത്. ഇനി 40കളിലെ പ്രണയം എന്ന് പറയുന്നത് അത് എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ വളരെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഫാമിലി എടുത്താൽ തന്നെ കല്യാണം കഴിച്ചു ഒരു 26-25 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ
നമ്മൾ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു ടെൻഷനും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവ് എന്ന ഒരു അത്രത്തോളം ഒരു പ്രണയമൊന്നും ഉണ്ടാകാൻ കാര്യം ഈ ടെൻഷൻ കുട്ടികളുടെയൊക്കെ ആ വളർത്തുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇതിനകത്ത് തുടക്കത്തിൽ തിരുത്തിപ്പോണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ 40കളിലെ പ്രണയം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രണയം അല്ല. അല്ല, ഈ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് പറയുന്നത്. കാര്യം അത് മാനസികാവസ്ഥയുടെ അതെ, തീർച്ചയായിട്ടും പുറത്തെ മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 40 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒരു 10th കഴിഞ്ഞ് ആ ഒരു പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ പേരൻസിന് വലിയ ഒരു ഉത്തരവാദിത്വം, ഇച്ചിരി ഒന്ന് റിലീഫ് കിട്ടും ആ സമയത്ത്. അവരുടെ കാര്യം അവര് നോക്കിക്കോളും. അങ്ങനെ വരുമ്പോ അവർക്ക് കിട്ടും. അപ്പൊ അന്നേരം അവർക്ക് പ്രണയിക്കാനുള്ള ഒരു ഒരു നല്ല ഒരു അവസരമാണ്. ഇപ്പൊ അങ്ങനെയാണ്. പ്രണയിക്കപ്പെടുന്നതിന് ഒരു ലൈസൻസ് ഉണ്ടോ ഒരു ഫാമിലി? പ്രണയത്തിന് ഒരിക്കലും ലൈസൻസ് ഇല്ല. പ്രണയം എപ്പോഴും ഏത് സമയത്തും ആകാം. പക്ഷെ പ്രണയിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമാണ് പ്രധാനം. നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല. ഹസ്ബൻഡും വൈഫും കൂടെയുള്ള പ്രണയമാണോ ഉദ്ദേശിക്കുന്നത്? പ്രണയത്തിന് അങ്ങനെ ഇതല്ല ഞാൻ പറഞ്ഞത്. ഒരു ഈ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു സിനിമയില് നായകനും നായികയുടെ പ്രണയമുണ്ട്. ഇതില് ഭാര്യയും ഭർത്താവാണോ അതോ വേറെ ആളുടെ ഭാര്യയാണോ പ്രണയിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പൊ 40 കഴിഞ്ഞ അവർ രണ്ടുപേരും 40 കഴിഞ്ഞവരാണ്. ഒരു വേള ഒരു പക്ഷേ ഇവര് വിവാഹപ്രായം കഴിഞ്ഞു പോയി, വിവാഹം ലേറ്റായി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇതിലെ നായകനും നായികയും? ഇതിനകത്ത് കഴിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, വേറൊരാളുടെ ഭാര്യനെയാണോ ഈ നായകൻ പ്രണയിക്കുന്നത്? അല്ല, പക്ഷെ ഇവര് രണ്ടുപേരും നായകൻ ആ സമയത്ത് വിവാഹിതനല്ല, നായിക വിവാഹിതയാണ്. പക്ഷെ നായകൻ പ്രപ്പോസ് ചെയ്ത് ചെല്ലുന്നുണ്ട്, കല്യാണ ആലോചനയായിട്ട് ചെല്ലുന്നുണ്ട്. അവിടുന്ന് തുടങ്ങുന്ന ഇവരുടെ സൗഹൃദം, അത് ഇവർ തമ്മിൽ ആ സമയത്ത് എന്താ പറയാ, ഒരു ആശയവിനിമയത്തിൽ ഉണ്ടായ കാര്യത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ഒരു സ്വരച്ചർച്ച ഇല്ലാതെ പിരിയുന്നവരാണ്. പക്ഷെ പിന്നീട് ഇവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാവും. നായകനും നായികയും. അപ്പൊ നായിക മറ്റൊരാളുടെ ഭാര്യയാണ്. അത് പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. പക്ഷെ പിന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രണയമാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ആ പ്രണയം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നായകന്റെ ജീവിതത്തിലൂടെ തന്നെ കടന്നു പോകുന്ന 2 സ്ത്രീകളുടെ ജീവിതത്തിലൂടെ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് 40കളിലെ പ്രണയത്തിൽ വന്ന് ലാസ്റ്റിൽ ഈ സിനിമ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് നായകനെ കേന്ദ്രീകരിച്ചാണോ നായികയെ കേന്ദ്രീകരിച്ചാണോ? ആരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം? അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രേക്ഷകർ തീരുമാനിക്കേണ്ടത്. അതെ. അതിപ്പോ നായിക തന്നെ പറയട്ടെ, ഇതിലിപ്പോ ആരാണ് ശരിക്കും ഇതിലെ കേന്ദ്ര കഥാപാത്രം? നായകനാണോ നായികയാണോ? നായികയാണോ? നായികയുടെ വേർഷൻ എന്ന് പറയുമ്പോൾ ആരാണ്? നായകനാണ്. നായകനെ കേന്ദ്രീകരിച്ചാണ് ഇതില് അല്ലേ? അത് നായികയുടെ വേർഷനാണ്. സംവിധായകന്റെ വേർഷനിൽ പ്രേക്ഷകർ തീരുമാനിക്കണം. ഇതൊരു സമ്മിശ്ര പ്രതികരണമാണ് ഇതിനകത്ത് പറയാനാണ്. ഇത് പ്രത്യേകിച്ച് ചില കഥകൾ നമ്മൾ കാണുമ്പോൾ ജനങ്ങൾക്ക് കാണുന്നവർക്കൊരു ഹീറോ. അതെ, കാണുന്നവർക്കൊരു വേർഷൻ ഉണ്ടല്ലോ. ഇത് ഒരുപക്ഷെ ഇത് എന്റെ ജീവിതമായിരിക്കാം, അല്ലെ ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയായിരിക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രമേയം. എല്ലാവർക്കും റോളുകളുണ്ട്, പക്ഷെ അത് കാണുന്ന ഒരു ജനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകന് അത് കൃത്യമായിട്ട് അവരുടെ രീതിയിൽ അതിനെ സന്ദർഭങ്ങൾ പലപ്പോഴും ഈ സിനിമയ്ക്ക് പറഞ്ഞു പോകാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് കഥ പറയാൻ പറ്റത്തില്ല. കഥ പറയാൻ പറ്റാതെ പോയാൽ മാത്രമേ ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത് മാത്രമേ. നമ്മൾ സിനിമയുടെ തുടക്കത്തിലേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സിനിമ കാണുന്നവർ ഇനി കാണാത്തവരോട് ഇതിന്റെ കഥ പറയരുത്. അത് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ, ഇപ്പം സ്വാഭാവികമായിട്ടും 2 സുഹൃത്തുക്കൾ തമ്മിൽ ഒരു സിനിമ കണ്ടു, അവർ മൂന്നാമതൊരാളോട് ചെന്നിട്ട് നോർമലി സിനിമയുടെ കഥകൾ പറയാറുണ്ട്. അപ്പം പക്ഷെ ഇത് അങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല. കാണാത്തവരെ അതിനെ ആ ഒരു മുഴുവൻ ആകാംക്ഷയോടും കൂടി തന്നെ തിയേറ്ററിലെത്തി ഈ സിനിമ കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. അത് ചിലപ്പോൾ ഒരാൾക്ക് 2 തവണയോ 3 തവണയോ ചിലപ്പോൾ ഈ സിനിമ കണ്ടെങ്കിൽ മാത്രമേ എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത് കാണുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും അത് ഉൾക്കൊള്ളാൻ. അതെ, തീർച്ചയായിട്ടും. എന്താണ് നായികയ്ക്ക് പറയാനുള്ള എന്താണ്? 40കളിലെ പ്രണയത്തിലെ നായിക ആയത് എങ്ങനെ ആയപ്പോ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്? അത് സിനിമ ഇതിലേക്ക് വന്നത് തന്നെ ഒരു അവിചാരിതമായിട്ടാണ് ഞാൻ വന്നത്. എഴുത്തുകാരിയാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഈ സിനിമയിലേക്ക് വന്നതും ഞാൻ നായികയാവും, അല്ലെ ഇതിൽ
ആക്ട് ചെയ്യുന്ന ഒന്നും കരുതിയെന്നല്ല വന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് എഴുത്തിന്റെ എന്തെങ്കിലും മേഖല കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെ വന്നത്. അപ്പം ഇതിനകത്ത് ഞാനൊരു 2 പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എനിക്ക് അഭിനയിക്കുന്ന, അതായത് ഇത് ഇത്രത്തോളം ആകുമെന്നൊന്നും വിചാരിച്ചില്ല. ആദ്യം ഒരു ഷോർട്ട് മൂവി ആയിട്ടാണ് ഇത് പോയത്. പിന്നെ ഇത് ഇത്രയും വളർന്ന ഒരു സിനിമയിലേക്ക് എത്തി. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംവിധായകനെ പേടിയാണോ? സംവിധായകൻ ഇവിടുന്ന് വരണതിന് മുമ്പ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ പറയരുതെന്ന് പറഞ്ഞിട്ട്? എല്ലാ ഫ്രീഡവും കാരണം എന്ത് പറയുന്നതിന് മുമ്പ് സംവിധായകൻ അല്ല, ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനെ മറ്റ് നായികമാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുൻനിര നായികമാരെ ഉൾപ്പെടെ നമ്മളെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തൊക്കെയും ആശ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, എഴുത്തുകാരിയായിട്ടുണ്ട്, ഈ സിനിമയില് 2 പാട്ടിന്റെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ആ പാട്ട് മൊത്തം നമുക്കിപ്പോ 7 പാട്ടുണ്ട്. പക്ഷെ അതിൽ 2 പാട്ട്, ആദ്യം ഒരു പാട്ടെന്നുള്ള നിലയിലാണ് ആശ ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ അത് പിന്നെ 2 പാട്ടായി. പക്ഷെ നായികയെ പ്രധാനമായിട്ടും കാസ്റ്റ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് മൊമെന്റ് എത്തിയപ്പോ അല്ല, അതിനു മുമ്പ് പറയണം, എത്തുന്നതിന് മുമ്പ് പറയണം. എന്റെ അടുത്ത് ചോദിച്ചു അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കുന്നില്ല, എന്തെങ്കിലും എഴുത്തിന്റെ വശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം, അല്ലാതെ അഭിനയിക്കാനൊന്നും അത് വേണ്ട എന്ന് തന്നെ. അപ്പം രണ്ടുപേരും നിർബന്ധിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്തു, ഫിക്സ് ചെയ്തു. അവര് ഡേറ്റും തന്നു ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ആശയോട് പറഞ്ഞു, ആശ ഇതിന്റെ ആള് ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്കിത് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പം ചോദിച്ചു, അപ്പൊ ഞാനല്ലേ നായിക? ആ ഒരു ചോദ്യം വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അഭിനയിക്കണോ? ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ആ ഒരു നായിക മാറ്റം ആശയിലേക്ക് എത്തിയത്. പക്ഷെ വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണ്, ആശ ഈ സിനിമയിലേക്ക് വന്നതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റിയതും. നമ്മളുടെ ഓരോ കഥാ പശ്ചാത്തലം മാറുന്ന സമയത്ത് ആശ നമുക്ക് അവൈലബിളായി. അത് ആശയിലൂടെ പറഞ്ഞാൽ മാത്രമേ ഈ സിനിമ കുറച്ച് രസമായിരിക്കത്തുള്ളൂ. അത് ഈ സിനിമ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് ആശ തന്നെയായിരുന്നു ആർട്ട്. അപ്പോൾ അത് ഒരു ദൈവ നിശ്ചയമാണ്. ആ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ട് നമ്മളെ നിശ്ചയിച്ചവരിൽ മാറി പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്ക് തന്നെ ഈ സിനിമ എത്തിയപ്പോൾ ഈ സിനിമയ്ക്ക് വേറൊരു തലമാണ് എത്തിയത്. അതിനകത്ത് ഞാൻ ആശയോട് ഭയങ്കര താങ്ക്സ്ഫുൾ ആണ്. അതായത് എന്നുവെച്ചാൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ല, വളരെ ചെറിയ ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞു പൂവ് പോലെയുള്ള ഒരു കൊച്ചു ചിത്രം. അപ്പം ഇതില് പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എഴുതിയ പാട്ടുകളിലും അഭിനയിച്ചു. അതെ, അത് വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം നമുക്ക് എന്നിട്ട് ഞാൻ അഭിനയത്തെ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട് അഭിനയത്തിന്. ഞാൻ അങ്ങനെ വലിയ സംഭവമാണെന്നൊന്നും എടുത്ത് പറയുകയല്ല. പക്ഷെ എന്നാലും ആ ഒരു നമ്മൾ ഈ എഴുതുന്ന അത് തന്നെ നമ്മൾ അത് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് നമുക്കൊരു ഇതെല്ലാം ശരിക്കും പറഞ്ഞ് എഴുതുമ്പോഴും നമ്മൾ ഈ ഒരു സങ്കല്പമാണല്ലോ, സാങ്കല്പിക ലോകം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിലൂടെ അഭിരമിച്ചു പോകാം. അപ്പൊ നമ്മളത് അഭിനയിക്കുക എന്ന് കൂടെ പറയുമ്പോൾ നമുക്കത് ഈ സങ്കല്പിക്കുന്ന സാധനം നമുക്കൊരു റിയലായിട്ട് വരുന്നത് പോലെ നമുക്ക് കൊണ്ടുവരാമല്ലോ. അപ്പൊ അതൊരു ഭയങ്കര ഭാഗ്യം, എഴുതുന്ന കാര്യം അഭിനയിക്കാൻ കഴിയുക. പിന്നെ അത് തന്നെയല്ലേ ഈ പാട്ടിന്റെ റെക്കോർഡിങ് ഉൾപ്പെടെ ഇതെല്ലാം. കാരണം അപ്പൊ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പിന്നെ ഈ അഭിനയിക്കാനും കൂടെ എന്ന് വെച്ചാൽ എഴുതുന്നവർക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടാവില്ലല്ലോ. അപ്പം അതും കുറച്ചുകൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനിയിപ്പോ അഭിനയം ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോ എഴുത്താണോ അഭിനയിക്കുക, ഏതായിരിക്കും കൂടുതൽ കൊണ്ടുപോകാൻ നോക്കുന്നത്? എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ പുള്ളി വിചാരിക്കും എന്നെ എന്തോ പേടിച്ചിട്ട് സംവിധായകനെ പേടിക്കുന്ന ഒരു നായികന്. അല്ല, എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ഈ പറഞ്ഞ പോലെ സംവിധായകനെ പേടിയായിരുന്നോ? തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടാണ് പോയത്. അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സൗഹൃദവും എല്ലാം ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് ഒരുപക്ഷെ ഈ കഥയ്ക്കും ഇതിന്റെ ഒരു പൂർത്തീകരണത്തിനും വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അത് കാര്യം അങ്ങനെ വലിയ ഡിസ്പ്യൂട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ധാരണയോടുകൂടി പോയ ഒരു ചിത്രമാണിത്. അതുകൊണ്ട് അതിന്റെ ഒരു പൂർത്തീകരണത്തിന് എങ്ങനെയായിരുന്നു, ഞാൻ ചോദിച്ചു, ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആദ്യം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു? അങ്ങനെ എങ്ങനെയായിരുന്നു അതായത് നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇത് ഇപ്പം ഞാൻ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇത് ഒരു ഫിലിമായിട്ടല്ല നമ്മൾ തുടങ്ങിയത്, ഒരു ഷോർട്ട് ഫിലിമായിട്ടായിരുന്നു തുടങ്ങിയത്. അന്ന് അതിന്റെ ഒരു കാര്യം, ഞാൻ വെളിയിലായിരുന്നല്ലോ, ഞാൻ യു എയിലായിരുന്നു. അപ്പം
അതിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് പറഞ്ഞു തന്നു, ഇന്നതാണ് സംഭവം, ഇവിടെ വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്ന്. ഇവിടെ വന്ന് നമ്മൾ അത്യാവശ്യം അതിനെക്കുറിച്ച് ഇരുന്ന് സ്ക്രിപ്റ്റ് നോക്കി അത്യാവശ്യം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അത് തുടങ്ങിയത് തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് രമേശ് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരു സംവിധായകൻ എന്നുള്ള 100% നീതി പുലർത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല, ഇന്നതാണ് അടുത്ത ഷോട്ട് അല്ല ഇന്നതാണ് സ്ക്രിപ്റ്റ്, കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉള്ള ഒരു ഇതല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് എൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വെളിയിലായതുകൊണ്ട് എനിക്ക് എന്നും വളരെ ലോങ് ടൈം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ചെയ്താണ് ഫിലിം കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാലും ഓവറോൾ എന്താ പറയുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ 3 പേരും ആ ഒരു സന്തോഷത്തിൽ തുടങ്ങിയ എങ്ങനെ നിൽക്കുന്ന ഒരു സൗഹൃദം ഇപ്പോഴും ആ സൗഹൃദത്തിൽ തന്നെ നിൽക്കുന്നു. അതാണ് അതിന്റെ ഒരു. ഇപ്പൊ ഇതില് നായകനായിട്ട് ഇവരൊക്കെ പുതിയ ആളുകളാണ്. അപ്പോ വേറെ നായിക നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നായകനാണെങ്കിൽ തന്നെ വേറെ ഓപ്ഷൻസ്, ഞാൻ പറഞ്ഞ കുറച്ചുകൂടി അറിയപ്പെടുന്ന താരങ്ങളിലേക്കുള്ള ഒരു ശ്രമങ്ങൾ ആദ്യം ആലോചന ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, ആക്ച്വലി നായകന്റെ കാര്യത്തിൽ വേറൊരു ഓപ്ഷൻസും എടുത്തില്ല. അതെ, എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്? എങ്ങനെയാണ്? അപ്പം ജെറിക്ക് അഭിനയമോഹം ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് അഭിനയിക്കുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാമായിരുന്നു. അപ്പം ഞാനും ആശയം കൂടാണ് ആദ്യം ഈ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 12 മിനിറ്റിനുള്ള ഡ്യൂറേഷനുള്ള സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ 12 മിനിറ്റിന്റെ സാധനം ചർച്ച ചെയ്തപ്പോൾ അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതിനകത്തൊരു ഒരു കാര്യമുണ്ട്, ഒരു മെയിൽ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് കാശ് പറഞ്ഞു, നമുക്ക് ജെറിയെ വിളിക്കാം, ജെറിക്കും ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ആ ഒരു ആഗ്രഹം ആശയം പറഞ്ഞപ്പോൾ ഇവര് തമ്മിൽ ക്ലാസ്മേറ്റ്സ് ആണ്, ഇവര് കോളേജ് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ജെറിയോട് പറയാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ജെറിയോട് പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഒരു 12 മിനിറ്റ് ആണ് സംസാരിക്കുന്നത്. 12 മിനിറ്റിന്റെ സ്ക്രിപ്റ്റ് ഉള്ളായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം സ്ക്രിപ്റ്റ് ഇല്ലാണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് പിന്നീടില്ലായിരുന്നു. ആദ്യത്തെ 12 മിനിറ്റിനെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരോട് പറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത സീൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവരെന്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ സ്പോട്ടിൽ തോന്നുന്ന സാധനങ്ങൾ അപ്പോൾ മേക്ക് ചെയ്തെടുത്ത് തന്നെയാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഒരു പുതിയ ആളുകളായതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാ വന്നിരിക്കുന്നത്? ഇവരെ ഏത് രീതിയിൽ ഇവരെ മോൾഡ് ചെയ്തെടുക്കാം? അവൈലബിലിറ്റി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു പക്ഷേ സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നുവെങ്കിൽ ഈ അവൈലബിലിറ്റി ഉണ്ടാവത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച ഈ സിനിമയുടെ കണ്ടിന്യൂറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള മേക്ക് ഓവറിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇത് ഞാൻ പറയുന്ന കാലം വരെ, സിനിമ ഷൂട്ട് തീരുന്ന കാലം വരെയും ജെറി ആ മുടി എങ്ങനെയായിരിക്കണോ, താടി എങ്ങനെയായിരിക്കണോ, അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ആശയാണേലും അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു പോയി. അപ്പം 2023 ഒക്ടോബർ 24-ാം തീയതിയാണ് ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നത്. 3 വർഷമായി. 2026-ലാണ് ഈ സിനിമയുടെ എല്ലാ ജോലികളും അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയും നാളും എനിക്ക് ഇവർ അവൈലബിൾ ആയിരുന്നു. ആ അവൈലബിലിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു വലിയ ഗിഫ്റ്റ്. കഥാപാത്രങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ്? ഇത് ജയകൃഷ്ണൻ, അത് കമല എന്നുള്ളത് 2ാമത്തെ പേരായിരുന്നു. ആദ്യം കമലയുടെ ക്യാരക്ടർ നെയിം, ആശയുടെ ക്യാരക്ടർ നെയിം ആദ്യം ശ്രീജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നെയിം ആയിരുന്നു. പിന്നീട് ആ ശ്രീജ കമലയിലേക്ക് മാറി. പക്ഷെ ജയകൃഷ്ണൻ അന്നും ജയകൃഷ്ണനായിരുന്നു, ഇന്നും ജയകൃഷ്ണനായിട്ടാണ്. അതെന്തുകൊണ്ടാണ് മാറിയത്? ക്യാരക്ടറിന്റെ പേര് മാറ്റാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കുറച്ചുകൂടെ ഭംഗി തോന്നി, കമല എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ ഭംഗി തോന്നി. പിന്നെ ഈ കഥാപാത്രം എഴുത്തിന്റെ ഒരു എഴുത്തുകാരിയായിട്ട് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. കമല സുരേ ഇല്ല, പക്ഷെ അതിന്റെ ഒരു മാനസങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു കവിയത്രിയുടെ എഴുത്തുകാരി സങ്കല്പം. അപ്പൊ റിയൽ ലൈഫില് നിങ്ങള് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ക്യാരക്ടേഴ്സിനെ? എവിടെയെങ്കിലൊക്കെ സാമ്യത? അത് നോക്കുമ്പോ എനിക്കൊന്ന് ഏകദേശം എല്ലാ മനുഷ്യരുടെയും ഉള്ളില് എല്ലാ സ്ത്രീകളെ തന്നെ പറയാം, പുരുഷന്മാരെ എനിക്ക് അറിഞ്ഞൂടാ. ആ ചോദ്യത്തിനകത്ത് ചെറിയൊരു ദുരൂഹതയുണ്ട്. പ്രണയിക്കുന്നുണ്ടോ, എന്തെങ്കിലും അതിപ്പോ എല്ലാവരും പ്രണയിക്കുന്നുണ്ടാവുമല്ലോ. ഇതിന്റെ സീനുകൾ എവിടെയെങ്കിലും റിയൽ ലൈഫിലൂടെ കടന്നുപോയ എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സീൻ സംവിധായകൻ അറിഞ്ഞോ അറിയാതെയോ എഴുതിയിട്ടുണ്ടോ? സീനിൽ നമുക്ക് ഞാൻ പറയാം. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞില്ലേ പാട്ടുകൾ 6 പാട്ടുണ്ട്. 6 പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ്. പാട്ടുകളെല്ലാം സ്വപ്നം. ഒരു സ്ത്രീയെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലും എനിക്ക് പുരുഷന്മാരെക്കാളിലും കുറച്ച്, ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല,
കുറച്ച് എന്താ പറയുക എഴുതുകയും താല്പര്യമുള്ളവരും വായിക്കാൻ താല്പര്യമുള്ളവരും എനിക്ക് തോന്നുന്നു ഒരു പകുതി സമയം അവർ ഉണർന്നിരിക്കുന്നതിൻ്റെ പകുതി സമയം എനിക്ക് തോന്നുന്നു കുറച്ച് സാങ്കല്പിക ലോകവും അതിലൂടെ പോകുന്നവരായിരിക്കും. പക്ഷെ അവർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ആ ഒരു സാങ്കല്പിക ലോകത്തിലൂടെ പോകാൻ സ്ത്രീകൾക്ക് പൊതുവെ സമയം കിട്ടുന്നുണ്ട്. ജോലി ഇപ്പം കിച്ചണിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാമല്ലോ, മനസ്സ് സഞ്ചരിച്ചാൽ മതിയല്ലോ. അത് തന്നെയാണ്. അപ്പം ശരിയാണ്. അപ്പൊ ഈ റിയൽ വേൾഡും സാങ്കല്പിക വേൾഡും തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവാം. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കളയുന്നതിനൊട്ടും താല്പര്യമില്ല. അപ്പൊ എല്ലാവരും പറയും റിയാലിറ്റിയിൽ ജീവിക്കൂ ഇങ്ങനെയല്ല എന്ന് പറയും. അപ്പോൾ പക്ഷെ എനിക്കത് കളയുന്ന ഇഷ്ടമല്ല. അത് കളഞ്ഞു ഞാൻ പലപ്പോഴും പറയും, എൻ്റെ മോളൊക്കെ പറയും അമ്മയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണും. അപ്പോൾ ഞാൻ പറയും സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പം ഏറ്റവും കൂടുതൽ അങ്ങനെ സങ്കല്പിക്കുന്നത് എന്താണ്? കൂടുതലും സത്യത്തിൽ ഈ നമുക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ സങ്കല്പിക്കുന്ന അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പുരുഷബിംബം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ പറയുന്നത് ഒരു ഒഴുകി നടക്കുന്ന പറയുന്നത് ഇപ്പം എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഒരു മാർദ്ദവം ആയി ഒരു ഒഴുകി നടക്കുന്ന ഒരു ഫീൽ ഒരു ഡപ്പയ്ക്കകത്തിരിക്കുന്ന നെയ്യ് ഒഴുകിയാൽ കൂടുതൽ ഒഴുകി പോകും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. പക്ഷെ അതൊരു ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ. അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുമാതിരി ഭയങ്കര ഒരു നോർമൽ ഡ്രൈ ഫീൽ. അത് തന്നെയല്ല ഭയങ്കര എന്താ പറയാ നമ്മള് ഭയങ്കര ദേഷ്യമല്ല ഒട്ടും മൃദുലത ഇല്ലാത്ത ഒരാളായിട്ട് ഇതൊക്കെ അങ്ങനെ മാറും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഭാവം വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആകും. അങ്ങനെ ഇതിന് മലയാളത്തില് പറയുന്ന ഒരു പച്ചക്കൊരു വാക്കുണ്ട്, ഭ്രാന്ത് എന്ന് പറയുന്നത്. അതൊരു സത്യം പറയും ഭ്രാന്തില്ലാത്ത മനുഷ്യരുണ്ടോ? അല്ല, ആരും നോർമൽ അല്ലാന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊരു പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് അയാളുടെ ചിന്തയ്ക്കും ആളിനും സൗന്ദര്യം കൊടുക്കുകയും ആളില് എന്താണ് ധാരാളം സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ പ്രണയം. സത്യം പറയാം ഭ്രാന്ത് ഒരു നെഗറ്റീവ് സാധനമല്ല കേട്ടോ. ഈ ആന പാപ്പാനെ ചവിട്ടി അവരിത് മാറ്റാനായിട്ടാണല്ലോ അവരവിടെ ഇരിക്കുന്നത്, സൈക്കോളജിസ്റ്റുകൾ ഇരിക്കുന്നത്. പാപ്പാനെ ചവിട്ടി കൊന്നു എന്ന് പറയുമ്പോഴ് ഞാൻ അതിശയിക്കാറ്. കാരണം ആ മതമിളകി ആന പാപ്പാനെ ചവിട്ടി കൊന്നു എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ആനയ്ക്ക് സ്വബോധം ഉണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാപ്പാന്റെ എന്തെങ്കിലും മൃഗീയമായ പീഡനം കാരണമായിരിക്കാം, ഇവന് സഹിക്കാൻ വയ്യാതായിരിക്കാം ഒരു പക്ഷെ ഒരു ചവിട്ട് കൊടുക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കും. പക്ഷെ അതൊരു ജീവൻ നഷ്ടപ്പെടുകയാണ്. അതിനെ കുറച്ച് കണ്ടിട്ടല്ല പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആനയുടെ സ്വബോധത്തിലേക്ക് വന്ന് ഞാൻ ഇത്രയും പീഡിപ്പിക്കപ്പെടുന്നു, ഇനി ഇത് തുടർന്ന് കൊണ്ടുപോയി കൂടാ എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ തിരിച്ചറിവിലാണ് ആ പാപ്പൻ അന്ത്യം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതിന്റെ മണ്ടയ്ക്ക് വേണേലും കിടന്നുറങ്ങാം. ഈ കാലെ കിടന്നുറങ്ങുന്നു, തുമ്പിക്കൈയെ കിടന്നുറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അയാളെ ആനയെ കൊണ്ട് നടക്കുന്ന പാപ്പാൻ ആനയിൽ നിന്ന് ഉപദ്രവം ഏൽക്കുന്നുണ്ടെങ്കിൽ ആ ആനയ്ക്ക് ആ സമയത്ത് സ്വബോധം ഉണ്ടാകുന്നുണ്ട്. അതുവരെ ആ ഭ്രാന്തിലാണ് ആന ജീവിക്കുന്നത്. അത് മതമിളകി എന്ന് പറയുന്നത് അത് അയാളുടെ ആ ആനയുടെ ആ മൃഗത്തിന്റെ സ്വാഭാവികമായ സ്വഭാവം, റിയാക്ഷനാണത്. അതുപോലെയാണ് മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിലൊരു ഭ്രാന്തുണ്ട്. ഭ്രാന്തില്ലാത്ത മനുഷ്യർക്ക് എനിക്കൊന്ന് വെറും ജഡമാണെന്ന് തോന്നുന്നു. അവർക്കൊന്നും ജീവിക്കാൻ അർഹതയില്ലേ ഭൂമിയിൽ. ഭ്രാന്തുണ്ടെങ്കിൽ മാത്രമേ എന്നല്ല, പക്ഷേ ഞാൻ എന്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഭ്രാന്ത് ഉള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. ഭ്രാന്തല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അഗാധമായ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള, അതിപ്പം ഈ ലോകത്തുള്ള ഇന്ന് വന്നത് കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനോടുള്ള ഒരു ഭ്രാന്തമായ ആവേശം അല്ല അഭിനിവേശം ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക്. പ്രണയവും അത് തന്നെയാണ്. ഇഷ്ടത്തിന്റെ മറ്റൊരു വാക്കാണ് ഭ്രാന്ത്. ഭ്രാന്ത് ഒരു നെഗറ്റീവ് വാക്കായിട്ട് ഞാൻ പ്രണയം അത് ആ ഇഷ്ടത്തിന്റെ ഒരു എക്സ്ട്രീമാണത്.
നല്ല ഇഷ്ടത്തിന് പറയാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ്. ഇതൊക്കെ ഒരുപക്ഷെ എനിക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഞാൻ അതിന് ഇപ്പൊ സിനിമയോടൊപ്പം സിനിമാ പ്രാന്തന്മാരും അതെ, സിനിമാ പ്രേമികൾ എന്ന് പറയുന്നത് സിനിമാ പ്രാന്തന്മാരും അല്ല, പ്രേമികൾ എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും ബാക്കിയുള്ളവരെ നോക്കാം. പ്രേമം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ക്യൂട്ടായിട്ടുള്ള വാക്ക്. ഭ്രാന്ത് എന്ന് പറയുമ്പോൾ വേറെന്തോ ഒരു ഭ്രാന്ത് എന്ന് പറയുമ്പോൾ മറ്റൊന്നിലേക്കും പോകുന്നില്ല, അതിലേക്ക് തന്നെയാണ് നമ്മുടെ ആ ശ്രദ്ധയും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ആ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സിനിമയോടൊപ്പം ഭ്രാന്ത് എന്നൊരു വാക്ക് ചേർക്കുമ്പോൾ അത് പോസിറ്റീവ് ആയില്ലേ? അതെ അതെ. സിനിമ ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ സിനിമയെ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരാൾ, അപ്പൊ ആ ഒരു ഭ്രാന്തിന് ഒരു പോസിറ്റീവ് സ്ഥാനം വന്നില്ലേ? അതുകൊണ്ട് എന്റെ നിഗമനം, എന്റെ ഇഷ്ടം, എനിക്ക് ഭ്രാന്ത് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരിക്കുന്നത്. ഭ്രാന്ത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഈ ഭൂമി അർഹതയില്ല. എന്റെ ഭ്രാന്ത് എന്റെ സിനിമയും അല്ലെങ്കിൽ എന്റെ എഴുത്തുകളും എന്റെ ഈ ലോകവുമാണ്. ഞാൻ എന്റെ ഭ്രാന്തമായ ആ ലോകത്തിൽ ഞാൻ എന്നെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഞാൻ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 40കളിലെ പ്രണയം എഴുതുമ്പോ സ്വന്തം ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നുപോയിട്ട്? സ്വാഭാവികമായിട്ടും ചുറ്റുപാടിലെ അനുഭവങ്ങളും നമ്മുടെ സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്ന ചർച്ചകളിലൂടെയും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളിലൂടെ ഒക്കെ തന്നെയാണ് ഈ സിനിമ ഉണ്ടായത്. ഇത് പലരുടെയും ജീവിതത്തിൽ ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു സിമിലാരിറ്റീസ് കാണുന്ന പ്രേക്ഷകനുണ്ടാവും. അത് കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ സാധിക്കാത്ത തരത്തിലുള്ള പ്രണയങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് നമ്മളൊരു കലാസൃഷ്ടിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും. അപ്പൊ അതൊരു ഞാൻ പണ്ട് ശ്രീനിവാസൻ അദ്ദേഹം പറഞ്ഞ സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണ് തീർച്ചയായിട്ടും അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ പലപ്പോഴും അക്ഷരങ്ങളിലൂടെ വെളിയിൽ വരുന്നത്. തീർച്ചയായിട്ടും അതാണ്. ഇപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് സമൂഹത്തെ പേടിക്കുന്നോണ്ടാണോ? സമൂഹത്തെ പേടിക്കുന്നതാണ്. സമൂഹം ഒരു വലയം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അതിന് ചുറ്റും, ആ വലയത്തിന് ചുറ്റും അഗ്നിയാണ്. ഒരു ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. തൊട്ടാൽ പൊള്ളും, അല്ലെങ്കിൽ അപായപ്പെടും, അതല്ലെന്നുണ്ടെങ്കിൽ അപകീർത്തിപ്പെടും എന്ന് പറയുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയെ ചുരുക്കി വെച്ചേക്കുകയാണ്. പക്ഷെ ഈ വലയത്തിന് വെളിയിലേക്ക് വരണം. ആ വെളിയിലേക്ക് വന്ന് മനുഷ്യന്റെ എല്ലാ ഫ്രീഡത്തിലൂടെയും ജീവിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു. പ്രണയിക്കാൻ തോന്നിയാൽ പ്രണയിക്കണം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഇത് പ്രാദേശികങ്ങളാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ആ ഒരു ചിന്താഗതി അല്ലായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ദൂരോട്ട് മാറിപ്പോകുമ്പോൾ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള ചില കേരളത്തിന്റെ പുറത്ത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഇവിടുത്തെ ചിന്താഗതി അല്ലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ചിന്താഗതി. നമ്മൾ ഇവിടെ കാണുന്ന ചില അതിർവരമ്പുകളല്ലായിരിക്കും അവിടുത്തെ അതിർവരമ്പ്. ഏത് രാജ്യത്ത് എത്തിക്കഴിഞ്ഞാലും പ്രണയം എന്ന് പറയുന്ന അതിന് എന്തോ ഒരു അല്ല, നിങ്ങൾ ഈ പ്രണയത്തെ എപ്പോഴും അവിഹിതമായിട്ട് കണക്ട് ചെയ്യരുത്. എനിക്ക് എന്റെ ഒരു സാധനം പറയാൻ കാര്യം പറഞ്ഞത്, ഇപ്പം എനിക്ക് ഇപ്പോൾ പേര് പറയുന്നില്ല, എനിക്കൊരു നടിയെ അവരുടെ പെർഫോമൻസ് പ്രകാരം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ ഞാൻ അവരെ പ്രണയിക്കുകയും ഞാൻ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുന്നുണ്ടാവില്ല. അവരോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സംസാരിക്കുന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കുന്നുണ്ടാവത്തില്ല. പക്ഷേ എനിക്ക് അവരോട് പ്രണയമാണെന്ന് എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് അവരെ പ്രണയിച്ചുകൂടെ? അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ പ്രണയമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാളെ പ്രണയിക്കുന്നതിന് വിവാഹിതനാണെന്നോ അല്ല വിവാഹിതരാണെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഒരാളെ പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ ആ വികാരം നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നതിലുള്ള തെറ്റാണ് പ്രശ്നം. നമ്മൾ ഒരുപക്ഷെ ഒരാളുടെ എഴുത്തായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഒരുപക്ഷെ അവരുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം. പക്ഷെ നമ്മളത് ഒരു പൊതു ധാരയിൽ അത് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറ്. അപ്പോഴാണ് ഇത് അവിഹിതമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്ത് ഒരു പോലീസ് പെട്രോളിങ് വന്നിരുന്നു. അതായത് വൈകുന്നേരം മദ്യപിച്ചേച്ച് പാസ് ചെയ്ത് പോകുന്നവരെ പൊക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം വാഹനത്തിൽ പോകുന്നവരെയാണ് വിളിക്കുന്നത്. നടന്നു പോകുന്നവരെ പോലീസിന് അത് വിഷയമില്ല. അടിച്ച് സെറ്റായി നടന്നു വന്ന ഒരാള് ആ പെട്രോളിങ്ങിന് നിന്ന പോലീസുകാരനോട് പറയാ, സാറേ അവിടെ 2 എണ്ണം മദ്യപിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഹെൽമെറ്റും ഇല്ല, അവന്മാരെ പൊക്കിയേക്കണമെന്ന്. അടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരാൾ പോലീസിന് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. മദ്യപിച്ച് നിൽക്കുന്നവനാണ് ഒരു മദ്യപാനിയെ മദ്യപിച്ചു എന്നുള്ളതിന്റെ ഒരു ഭീകരാവസ്ഥ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവം. ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിലും വേറൊരുത്തം പ്രണയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെ ഞാൻ അതിനെ കുറ്റമായിട്ട് കാണും. ഇത്തരത്തിൽ മനുഷ്യൻ ചിന്തിക്കാതിരിക്കുക, പ്രണയത്തിന്റെ വഴിക്കാൻ കൂടാ. ഇതിലൊരു കുഴപ്പമില്ല. മദ്യപിച്ച് വരുന്ന ആള് നടന്നാണ് വരുന്നത്, മറ്റൊരു വണ്ടിയിലെ വരണം. അയാള് മദ്യപിച്ച് വണ്ടി ഓടിച്ച് വേറൊരാളെ കൊണ്ടിടിച്ച ജീവഹാനി വരെ സംഭവിക്കാം. ഇത് തന്നെയാണല്ലോ അല്ല ഈ പറഞ്ഞ പോലെ. അല്ല, ഇതിനകത്ത് വേറെ ചിലപ്പോൾ ഇവർ തമ്മിൽ പരിചയക്കാർ ഒരു നാട്ടിലുള്ളവരായിരിക്കും. ഇതിനകത്ത് വേറൊരു ഈഗോ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കാത്തവരായിരിക്കും ഇവിടെ വന്ന് ഒറ്റി കൊടുത്തേച്ച് പോകുക എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അങ്ങനെയാണ് കണ്ടത്. എനിക്കതിനെ കോമഡി ആയിട്ടാണ് ആ സമയത്ത് അവിടെ തോന്നിയത്.
മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ അതിനെയൊക്കെ തെറ്റുകളായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് പറയാനുള്ളത്? അല്ലെ പറഞ്ഞ പോലെ സമൂഹത്തെ പേടിച്ചിട്ട് പലരും ഉള്ളിൽ വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സാർ പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണല്ലോ സമൂഹം. ഒരിക്കലും പറഞ്ഞില്ലേ, ഏത് പ്രണയം എന്ന് പറയുന്ന ഇതിനെ ആരും തുറന്ന് സമ്മതിക്കത്തില്ല. അല്ല, കുറച്ച് ഇപ്പൊ ഇവിടെ എന്തൊക്കെ വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളിലും ഭീകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് പ്രണയത്തിനെ ഇവിടെ കാണുന്നത്. പക്ഷെ നോക്കുമ്പോൾ വളരെ മൃദുവാണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രണയിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ പ്രണയത്തിന്റെ മറവിൽ ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു, വിഷം കൊടുത്തു കൊല്ലുന്നു. അവിടെയൊക്കെയാണ് അത് പ്രശ്നങ്ങൾ. അവിടെയാണ് ഒരു ഇത് കാര്യം. നമ്മൾ പ്രണയിക്കുന്ന ഒരാളെ എങ്ങനെ നമുക്ക് കൊല്ലാൻ പറ്റും? അപ്പൊ അത് പ്രണയമാണോ? ഇപ്പൊ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ആ സമയത്ത് കുറെ നാളിന് ശേഷം തമ്മിൽ കണ്ടുവന്നിരിക്കട്ടെ, അതൊരു ആണും പെണ്ണും ആയിക്കോട്ടെ, അവർ ആ കുറെ കാലത്തിന് ശേഷം അവിടെ കണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ ചിലപ്പോൾ ഒന്ന് ഹഗ് ചെയ്തെന്നിരിക്കും. ഈ ഹഗ് ചെയ്യുന്നത് സമൂഹം കാണുമ്പോൾ ഇവരുടെ സ്നേഹപ്രകടനമായിട്ട് കാണുമോ, ഇതിനെ അഭീതമായിട്ട് കാണുമോ? എത്ര രീതിയിലായിരിക്കും അത് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് അറിയാവോ? ഒരു പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം ഏതെങ്കിലും ഒരുത്ത മൊബൈലും കൊണ്ട് ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യമായിട്ട് നടു റോഡിൽ കാമകേളിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്ക് ഉപയോഗിച്ച്, അതായത് തെറ്റായ വാക്ക് ഉപയോഗിച്ചാൽ മാത്രമേ കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനെ പബ്ലിസിറ്റി ചെയ്യും. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? കുറെ നാളുകൾക്ക് മുമ്പ് അമ്മയും മകനും ആലപ്പുഴ കനാൽ തീരത്തിരുന്ന് ഒരു വൈകുന്നേരം വിശ്രമിച്ചിരുന്നപ്പോൾ കാമുകിയും കാമുകനുമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവരെ പിടിച്ചോണ്ട് പോയി. എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. സഹോദരനും സഹോദരിക്കും ഒരിടത്ത് പൊതുവായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്കും മകനും നിൽക്കാൻ പറ്റത്തില്ല. അവരെ ചിലപ്പോൾ പ്രായം കൊണ്ട് അവരെ കാണുമ്പോൾ അമ്മയും മകനുമാണെന്ന് തോന്നത്തില്ലായിരിക്കാം, അല്ലെ സഹോദരനും സഹോദരിയാണെന്ന് തോന്നാൻ പറ്റത്തില്ല. പക്ഷെ ഇവർക്ക് പോലും പരസ്യമായിട്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം സമൂഹം ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചു വെച്ചേക്കാണ്, പ്രണയമാണ്, അഭിഹിതമാണ്, ഇത്തരത്തിലേക്ക്. ഈ മാനസികാവസ്ഥയും ഈ ആ ഒരു പ്രവണതയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ശരിക്കും പ്രണയം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമേ അല്ല. ഇതിനൊക്കെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണോ ഈ ഒരു സിനിമ? ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങനെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പേടിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സിനിമയിലൂടെ പലതും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കുകൾ, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള സൈബർ അറ്റാക്കുകളുടെ കാലമാണ് ഇപ്പോ. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ 13-ാം തീയതി പടം റിലീസ് ചെയ്യപ്പെടുകയാണ്. റിലീസ് ചെയ്യപ്പെട്ട സിനിമ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്റേതല്ല, പിന്നെ വരുന്ന അറ്റാക്കുകളൊന്നും ബാധിക്കാറില്ല. അങ്ങനെ ബാധിക്കേണ്ട കാര്യമില്ല. അത് കാരണം 100 മനുഷ്യരുണ്ടെങ്കിൽ 100 മനുഷ്യരുടെയും കാഴ്ചപ്പാടും അവന്റെ ചിന്താഗതിയും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് ഏത് രീതി ചിന്തിക്കുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല, ചിന്തിക്കുന്നവരുടെ വിഷയമാണ്. എന്റെ വിഷയമായിട്ട് ഞാൻ എടുക്കാറില്ല. എല്ലാത്തരം വിമർശനങ്ങൾ വന്നാലും ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. തിയേറ്ററിലേക്ക് എത്തുകയാണ്, അപ്പൊ ആദ്യമായിട്ട് നായക നായികയാവുന്നു. അപ്പൊ എന്താണ് ഈ പറഞ്ഞ പോലെ സംവിധായകന് പേടിയില്ല എന്ന് പറഞ്ഞു. സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നായക നായികയ്ക്ക് പേടിയുണ്ടോ? പേടിയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു. പേടിയുണ്ടോ? ഒരിക്കലും അഭിനയിച്ചതോ പക്ഷെ ഇത് സിനിമ എന്താണെന്ന് പറയാലോ, ഇതെന്താണെന്ന് അറിയാലോ, അപ്പൊ നമുക്ക് പേടിയില്ല. അഭിനയിച്ചതിനെ കുറിച്ച് ഒരിക്കലും പേടിയില്ല. കാര്യം അതൊരു കഥ വന്ന് നമ്മൾ ചെയ്തു. പക്ഷെ ഇതിന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഇത് അവരെങ്ങനെ എടുക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ആകാംക്ഷയുണ്ട്. അതിപ്പം തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഒരു വർക്കാകുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ഒരു ആകാംക്ഷയുണ്ട്, ഇതെങ്ങനെയാകും എന്നുള്ള ഒരാകാംക്ഷയുണ്ട്. അതല്ലാതെ ചെയ്ത വർക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ചെയ്തു. ഓക്കെ, അതിനെക്കുറിച്ച് അതിന്റെ നല്ലതോ പോരായ്മയൊക്കെ അത് ജനമാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് വർക്ക് നല്ലതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ എന്നെ കൊണ്ട് കഴിവതും ആ ഒരു ഇതിൽ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നല്ലതോ വിമർശനങ്ങളും നല്ല സന്ദേശങ്ങളും തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ജനങ്ങളത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സാധാരണ മനുഷ്യന്റെ ചിന്താഗതികളെ ഞാൻ ഈ സിനിമയിലൂടെ നായകനിലൂടെ നായികയും കൂടെ പറയിപ്പിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ സമൂഹത്തിൽ അവന്റെ മാനസികാവസ്ഥ എന്ത് വരുന്നു എന്നുള്ളത് ജയകൃഷ്ണനിലൂടെയും ഞാൻ പറയിപ്പിക്കുന്നുണ്ട്, കമലയിലൂടെയും പറയിപ്പിക്കുന്നുണ്ട്. അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് സ്വയം ഉള്ളിൽ തോന്നും, ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെ എന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിക്കുന്ന സീനുകൾ ഈ സിനിമയിലുണ്ട്. അത് തീർച്ചയായിട്ടും കാണുന്ന ജനങ്ങൾക്ക് ഒരു പകുതിയിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇത് എന്റേതായിരുന്നു, അല്ലെ ഇത് എന്റെ ജീവിതാനുഭവമായിരുന്നു എന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് ആ കഥയുടെ പശ്ചാത്തലം. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ആ ഒരു പശ്ചാത്തലം ഈ കഥയ്ക്കും സിനിമയ്ക്കും ഒരു അനുഗ്രഹമാകുമെന്ന്
തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ആരും പ്രതീക്ഷിച്ചത്. പിന്നെ ആൾക്കാർ വിചാരിക്കും 40 കഴിഞ്ഞവർക്ക് എന്തോന്ന് പ്രണയം അങ്ങനെ ഇതിനകത്ത് വേറെ തലവേ ചിന്തിക്കത്തുള്ളൂ. ഒരു അതായത് യങ്സ്റ്റേഴ്സിലെ ഒരു റൊമാൻസ് എന്ന് പറയുന്ന ആ വാക്കിനെ വെച്ചുകൊണ്ട് ആൾക്കാർ ചിന്തിക്കത്തില്ല. ഇത് ഒരേ വാക്കാണ്, രണ്ട് അർത്ഥം കാണുമല്ലോ. പക്ഷെ ഏറ്റവും ഭംഗിയായി പ്രണയം പറയുന്ന 6-7 പാട്ടുകൾ ഈ സിനിമയിൽ ഫുൾ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നല്ല മികച്ച ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി തന്നെയാണ് നമ്മുടെ സിനിമ 40കളിലെ പ്രണയം എന്ന് പറയുന്നത്. അത് എന്തായാലും അത് കാണാൻ ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് വരുന്ന ഒരു പ്രേക്ഷകനെ ഈ സിനിമ നിരാശപ്പെടുത്തത്തില്ല. അതിനകത്ത് 100% ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പൊ എന്തായാലും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത് 60കളുടെയും 50കളുടെ ഒക്കെ പ്രണയം പറയും. ഇതിന്റെ തുടക്കം 40 വരെ എത്തിയിട്ടുള്ളൂ. അല്ല, ഇപ്പോ വളരെ റീസെന്റ് കണ്ടതാണ്. ഒരു 65-70 വയസ്സുള്ള 2 മനുഷ്യർ തമ്മിൽ വിവാഹിതരായി. അവരുടെ മക്കളാണ് വിവാഹം നടത്തി കൊടുത്തത്. വളരെ കാലത്ത് ഇവർക്ക് വിവാഹത്തിന് മുമ്പ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ 2 സാഹചര്യങ്ങളിൽ ഇവര് 2 കുടുംബങ്ങളിലേക്ക് പോയി. ഈ 2 പേരുടെയും പാർട്ട്നേഴ്സ് മരിച്ചും പോയി. പുരുഷന്റെ അയാളുടെ ഭാര്യ മരിച്ചു, സ്ത്രീയുടെ അവരുടെ ഭർത്താവ് മരിച്ചു. അവസാനം ഇവർക്കുള്ളിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നറിഞ്ഞ ആ മക്കള് തന്നെ, ഇവരുടെ 2 കൂട്ടരുടെയും മക്കള് ഈ പ്രണയിച്ച ആ പഴയ പ്രണയിനികളെ ഇപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്തത്. എനിക്ക് അവരുടെ പേര് ഓർക്കുന്നില്ല, താങ്കളും കേട്ട് കാണും ഈ അടുത്ത്. അപ്പൊ പക്ഷെ ആ പ്രണയത്തിന് അവിടെ പ്രായം വെച്ചത് കൊണ്ടാണോ? അന്ന് ആ കാലത്ത് അവർ പ്രണയിച്ചിരുന്ന ആ ഒരു പ്രണയത്തെ മക്കൾ ആ പ്രണയത്തെ മനസ്സിലാക്കി അവരെ വീണ്ടും ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായം കടന്നുപോയ കാലത്തെ പ്രണയത്തിന്റെ പ്രസക്തിയാണത്. അപ്പൊ പ്രണയത്തിന് പ്രായമില്ല. അത് ഒരു 90-ാം വയസ്സിലും 100-ാമത്തെ വയസ്സിലും ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഒരു പ്രണയം പറയാൻ പറ്റുന്ന ശക്തമായ ഒരു പ്രമേയം മലയാള സിനിമയിലോ സാഹിത്യ രംഗത്തോ സംഭവിച്ചുകൂടാഴികയില്ല. സംഭവിക്കട്ടെ. അതായത് ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ കാഫ്ക പറഞ്ഞതുപോലെ സൗന്ദര്യ ആരാധകർ വൃദ്ധരാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പ്രണയമുള്ളവർക്ക് ചുറ്റും കാണുന്ന എല്ലാം സൗന്ദര്യമാണ്. അപ്പൊ അവരൊരിക്കലും അവർക്ക് പ്രായമാവില്ല. ബാക്കി തിയേറ്ററിൽ ഇറങ്ങട്ടെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രേക്ഷകരോട് പറയുന്നത്, ഞാൻ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല, നിങ്ങൾക്ക് ഈ സിനിമ ആസ്വദിക്കാൻ കഴിയും. പുതിയ നായകനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും അവര് മലയാള സിനിമയിലേക്ക് അങ്ങനെ 2 പേരെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് എന്റെ സന്തോഷമായി തന്നെ കാണുന്നു. അവരെയും കാലം തീരുമാനിക്കട്ടെ എന്തു വേണം എന്നുള്ളത്. അവർക്ക് പറക്കാൻ ചിറകുകളുണ്ട്, അവർക്ക് ചിന്തിക്കാൻ നല്ല മാനസികാവസ്ഥയുണ്ട്, അവർ നല്ല മനുഷ്യരാണ്. എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് പറയല്ല, ജെറിയും ആശയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരിലെ നല്ല മനുഷ്യരാണ് അവർ 2 പേരും. അതുകൊണ്ടാണ് 40കളിലെ പ്രണയം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. താങ്ക് യു.